ഇനി വെള്ളത്തിൻ്റെ അളവ് നോക്കാൻ സരിത അവിടേക്കാണ് ഇറങ്ങി. കാലിലേക്ക് ഇങ്ങോട്ട് വരുന്നു. അതെ, അണ്ണം പോവായി തിരിച്ച്. വെള്ളം അടിയിൽ അസോള. ഇത് അമേരിക്കയിലൊക്കെ ഭൂപടം പോലെ തോന്നിക്കില്ലേ, ചില ഉഷാറിലാണ് കേട്ടാ. ഇത് സജീവിൻ്റെ കിണറാണ്. ഇപ്പം മഴ അടയാണ്. ഇന്ന് കാലത്ത് 6:30 തന്നെ ഞാൻ നമ്മുടെ കൃഷി സ്ഥലമില്ലേ, നമ്മുടെ അടുക്കള തോട്ടത്തിൽ പണിയാൻ പോയിട്ട്. അപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു, അടിപൊളി കാലാവസ്ഥ. അങ്ങനെ ഒരു 7:40 വരെ ഞാൻ പണിതു. അപ്പോൾ ഒരു 7:40 ഇപ്പോൾ ഒരു മഴ ചെറുതായിട്ട് ചാറി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിടിച്ചു മഴ. അത് പിന്നീട് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ തന്നെ കയറി വരാമെന്ന് പറയില്ലേ, അതുപോലെ മഴ. അപ്പം ഞാൻ നമ്മുടെ മൊബൈലായിട്ടാണ്ട് ഇറങ്ങി. ഈ നമ്മുടെ ഈ ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ, ഇപ്പോൾ 45-50 ഡിഗ്രിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു മഴ പെയ്യുമ്പോൾ ഒരു ദിവസം മഴ എന്തെങ്കിലും ഫുള്ളാണ് കാണിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് കൂടിയിട്ടാണ് ഞാൻ നമ്മുടെ മൊബൈലെടുത്ത് ഇറങ്ങിയിട്ടാണ്. അപ്പം മഴ അങ്ങോട്ട് കയറി തുടങ്ങി. നമ്മുടെ പിൻവശത്തേക്ക് നമ്മൾ വന്നു. ഇവിടെ പുല്ല് വെട്ടാനായിട്ട് അവർ വരാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ മഴ മാറാണ്ട് പുല്ല് വെട്ടാൻ പറ്റില്ല. നല്ല ഉയരത്തിൽ പുല്ലായിട്ട് ഇവിടെയൊക്കെ. അപ്പോൾ കളപ്പുല്ലുകൾ വലിക്കുന്നുണ്ട്. കളപ്പുല്ലുകൾ വലിച്ചാലും കാര്യമൊന്നുമില്ല. എന്നാലും അതിൻ്റെ ഇടയിൽ കളപ്പുല്ലുകൾ ഇഷ്ടം പോലെ വളരുന്നുണ്ട്. നല്ല വളക്കൂറുള്ള മണ്ണായ കാരണമൊന്നുണ്ട്. നമ്മുടെ കുടിലിൻ്റെ അവിടേക്ക് എത്തി. കുടിലൊക്കെ നല്ല മഴ നനഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരു 2-3 റോസാപ്പൂ ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ മുൻപ് നമ്മൾ റോസാപ്പൂ വെച്ചിട്ടില്ല, അതെല്ലാം കൂട്ടിച്ചേർത്ത് അവിടെ വെച്ചപ്പോഴാണ് അതിൽ നിന്ന് 2-3 ഉണ്ടായത് കേട്ടോ. ഇനി നമ്മൾ പോണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുൻവശത്തേക്ക് അവിടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഊഞ്ഞാലൊക്കെ നമ്മുടെ റെസ്റ്റിലാണ്. ഈ മഴക്കാലമല്ലേ, മഴക്കാലത്തൊക്കെ ഇവിടെ വന്നിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിട്ടാണ്. ഇവിടെ നമ്മുടെ ഷീറ്റിൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ചാല് പോലെ വെള്ളം അടിയിരിക്കാണ്ട് അടച്ച് വീഴാണ്. എന്ത് രസമാണ് കാണാൻ, വെള്ളം ഇങ്ങനെ കുത്തി വീഴുന്നത് കാണാൻ. നമ്മൾ ഗേറ്റ് തുറന്നു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ എന്താ പറയുക, പടിയുടെ അവിടേക്ക് പോവാണ് കേട്ടോ. അവിടേക്ക് പാലത്തിൻ്റെ അവിടേക്ക്. നമ്മുടെ ഈ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻപ് കുറച്ചാൾ മുമ്പ് നമ്മൾ അണ്ണനെ നിർത്തിയിട്ട് പുല്ലൊക്കെ വലിച്ചു സൈഡിലത്തെ. പക്ഷേ മഴക്കാലം തുടർച്ചയായി പിടിച്ചപ്പോൾ 2 സൈഡിൽ പുല്ല് വീണ്ടും വന്നു. നമ്മുടെ ഈ വഴിയുടെ ഒരു സൈഡിൽ നമ്മൾ നട്ടു വളർത്തിയ നല്ല ഭംഗിയുള്ള മഹാഗണികൾ ഇങ്ങനെ വരിവരിയായിട്ടുണ്ടായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്കത് മുറിച്ച് മാറ്റേണ്ടി വന്നു. നല്ല വേനൽക്കാലത്ത് നല്ലൊരു തണൽ നമുക്ക് നഷ്ടപ്പെട്ടത് മരങ്ങൾ മുറിച്ച കാരണം. ഇപ്പോൾ അനിലേൻ്റെ വീടൊക്കെ മഴയിൽ കുളിച്ചു തുടങ്ങിയിട്ടാണ്. ഇവിടെ നോക്കുമ്പോഴേ ഇനി നമ്മൾ പോണത് നമ്മുടെ വെള്ളക്കെട്ട് റോഡിലേക്കാണ് പോണത്. ഇത് ആരെങ്കിലും കൊണ്ടുവന്ന് നോക്കിപ്പിക്കണം. ഈ റോഡിലൊക്കെ ടൈലിടണവരില്ലേ, റോഡിൽ ടൈലിടണവർ, അവരെ കൊണ്ടുവന്ന് നോക്കിപ്പിച്ചിട്ട് വേണം ഇതിൻ്റെ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ. ഇത് ചെറിയാൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് ആ തോടിൻ്റെ അവിടെ വരെ ചാല് കയറിയിട്ട് ഈ സൈഡിൽ ടൈലിടേണ്ടി വരും. അങ്ങനെയൊക്കെയായിരിക്കും തോന്നണം കേട്ടോ. ഇത് സജീവിൻ്റെ മിയാവായിക്കാണ് കാണുന്നത്. മഴ എന്താ പറയുക, ഇത്തവണ 3 മാസം, ഇപ്പോൾ 2 മാസം കഴിഞ്ഞില്ലേ, 2.5 മാസം കഴിഞ്ഞില്ലേ, ഏകദേശം മെയ് 18 ഇങ്ങോട്ട് തൊട്ടിട്ട് മഴ പിടിച്ചതല്ലേ. ഇപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ എത്ര നാളായി മഴ തുടങ്ങിയിട്ട്. അത് തന്നെ അവറ്റകളൊക്കെ നല്ല ഉഷാറിലാണ് കേട്ടോ. ഇത് സജീവിൻ്റെ കിണറാണ്. നല്ല ഭംഗിയിലൊക്കെ കെട്ടി അതിന് നല്ല തുടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നില്ലേ ഈ കിണറ്. ഇത് സജീവിൻ്റെ ഒരു തെങ്ങിൻ്റെ കടയാണ്. 2 തെങ്ങിൻ്റെ ഇട്ട് അവിടെ നല്ല ഭംഗിയിൽ
പുല്ലൊക്കെ ഇന്നാൾ വലിച്ച് നിർത്തിയുള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ വീണ്ടും നമ്മൾ റോഡായ പുഴയിലേക്ക് കിടക്കുന്നു. അത്രയ്ക്ക് വെള്ളമായിട്ടില്ല. ഞാനിങ്ങനെ തിരിച്ച് വരുമ്പോഴേക്കും നന്നായി വെള്ളമാവും തോന്നുന്നു. നമ്മുടെ അണ്ണൻ സജീവിൻ്റെ അവിടെ പണിയാൻ വന്നിട്ടുണ്ട്. അണ്ണൻ നമ്മുടെ സ്ഥിരം പണിക്കാരനായിട്ടാണ്. അണ്ണൻ ഇന്ന് മഴക്കോട്ടയ്ക്ക് ഇട്ട് വന്നു. പക്ഷേ സജീവൻ പണിയുണ്ടാന്ന് പറഞ്ഞു തോന്നുന്നു. ഇന്ന് പണിയാൻ പറ്റില്ല ഈ മഴയത്ത് എങ്ങനെയില്ല. അപ്പം അണ്ണൻ പോകാനുള്ള പരിപാടി ഞാൻ തോന്നുന്നു. നമ്മൾ ഗേറ്റിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. നമ്മൾ ചാനൽ തുടങ്ങുന്ന ടൈമിൽ ഈ അടുത്ത വശത്തെ പന പോലത്തെ ഇതില്ലേ, ഇതിൻ്റെ പേരെനിക്കറിയില്ല. സജീവിൻ്റെ അവിടെ നിരത്തി വരിവരിയായി നട്ടിട്ടുള്ളത് അതൊക്കെ വളരെ ചെറുതായിരുന്നു 7 കൊല്ലം മുമ്പ്. അതൊക്കെ വലിയ വലിയ കടകളായി. ഇവിടെ നോക്കുമ്പോൾ ഇവിടെയാണ് അമ്മ ഇരിക്കുന്ന ആ സജീവിൻ്റെ അറിയാം. അവിടെ ഇരുന്ന് അമ്മ ഇങ്ങനെ നോക്കും. അപ്പോൾ നമ്മളറിയാണ്ട് അതിൻ്റെ ഉള്ളിയോടെ വെറുതെ നോക്കും അമ്മ അവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഒരു തോന്നൽ വരും. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ 6 സഹോദരങ്ങൾ എന്ന് പറഞ്ഞ വീഡിയോ എടുത്തത് ഈ ഗേറ്റിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ്. നമ്മുടെ അങ്ങനെ കുറേ ഓർമ്മകൾ, അമ്മേരെ ഓർമ്മകൾ, ഗേറ്റിൻ്റെ ഓർമ്മകൾ. നമ്മുടെ ഈ തോട് ചെറുപ്പകാലത്ത് കുഞ്ഞിതായിരിക്കുന്ന ടൈമിൽ ഈ തോട്ടിലായിരിക്കും കുളിക്കുക, പശുക്കളെ കഴുകാൻ. വെള്ളം കുത്തിയൊലിച്ച് വരിക കണ്ട. മഴ ശക്തി കൂടിയപ്പോഴേ വെള്ളം ആ റോട്ടിൽ നിന്ന് കുത്തിയൊലിച്ച് വരുന്നത്. മണ്ണൊക്കെ കാലിലേക്ക് ഇങ്ങോട്ട് വരുന്നു. അതെ, അണ്ണൻ പോവായി തിരിച്ച്. അണ്ണനൊന്നും പണിയില്ല. അണ്ണൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. അണ്ണൻ്റെ വീട് ദിണ്ടിഗലിലാണ്. നമ്മുടെ വീട്ടിലത്തെ എല്ലാവരുടെ വീട്ടിലത്തെയും സ്ഥിരം പണിക്കാരനാണ് അണ്ണൻ. ആൾക്ക് ക്യാമറ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളേക്ക് അങ്ങോട്ട് നോക്കി നിന്ന് പോകും. ആൾക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളെ ഇന്നത്തെ പണി പോയി. ഇന്നലെയാണ് ആൾ ദിണ്ടിഗലിൽ നിന്ന് വന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന്. ഇന്നലെ സജീവിൻ്റെ അവിടെ പണിതു. ഇനി നമ്മൾ വീട്ടിലേക്ക് വീണ്ടും തിരിക്കാണ് കേട്ടോ. മഴ കൂടി ഇനി വരണം. നമ്മുടെ പേപ്പർ ഇതിലാണ് പേപ്പർ ഇപ്പോൾ എല്ലാവരും എടുത്തുകൊണ്ട് പോയി തോന്നുന്നു. പേപ്പർ നമ്മുടെ പേപ്പർ കിട്ടിയവോ ജഗുവിന് എടുത്തുകൊണ്ട് വരാറ്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ വെള്ളക്കെട്ട് വഴിയിലേക്ക് വീണ്ടും പോവാണ്. ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഈ പറമ്പിലേക്ക്, അതായത് ഈ സജീവിൻ്റെ പറമ്പിലേക്ക് കയറി നടക്കേണ്ടി വരും. അല്ലെങ്കിൽ ബൈക്കുമ്പോൾ അല്ലെങ്കിൽ കാറിൽ വരുന്നവർക്ക് മാത്രമേ കാല് നനയാണ്ട് വരാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊക്കെ ഈ വെള്ളത്തിലൂടെ നടന്ന് വരേണ്ടി വരും. ഈ ചെറിയണ്ട ഈ മുളം കൂട്ടങ്ങളിൽ ഇതിൽ കിളികളൊക്കെ വരുന്ന ടൈപ്പാന്ന് പറയുന്നുണ്ട്. ഇത് സരിതോരണം വാങ്ങിച്ചിരിക്കാൻ എപ്പോഴും പറയാറുണ്ട് എന്നോട്. നമ്മുടെ വീട്ടിലെത്താൻ കിളികൾ ഇങ്ങനെ ചലിക്കുന്ന ശബ്ദം കേൾക്കാൻ ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ കിളികൾ കേട്ടാ. ഇതുവരെയായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ചേരണ്ട അവിടെ 3-4 ഇങ്ങനത്തെ. ഇനി നമ്മൾ ഇങ്ങനെ നടന്ന് ഇത് നമ്മുടെ പണിസ്ഥലം. ഇതിൻ്റെ ഇടതുവശത്താണ് നമ്മുടെ പണ്ട് തറവാടുണ്ടായിരുന്നത് കേട്ടോ. അല്ലേണ്ട മാവിൻ്റെ ഈ സ്ഥലത്താണ് നമ്മുടെ കുടുംബങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഓരോ പരിപാടികളും നടന്നിട്ടുണ്ട്. അതൊക്കെ നടന്നു വന്നത് ഓർമ്മകളായി ഒക്കെ. ഇവിടെ ഒരു ചേമ്പിൻ്റെ കൂട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെറുപ്പകാലത്ത് ഇങ്ങനത്തെ ചേമ്പുകൾ നാട്ടിൻപുറത്ത് ഇഷ്ടം പോയിണ്ടാവും. അപ്പോൾ വലിയ ചേമ്പുണ്ടാവും. ഇതിപ്പോൾ തളർന്ന ചേമ്പുകളാണ്, അധികം വലിപ്പമില്ല. വണ്ടൻ ചേമ്പിൻ്റെ നടുവിൽ വെള്ളത്തുള്ളികളാണ്ട് കണ്ടമാനം കനത്തിലാണ്ട് പോന്നിട്ട് പെട്ടെന്ന് ആ തൂക്കം കൂടുമ്പോൾ ഒറ്റ വീഴ്ച വീഴും. അത് കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു ചെറുപ്പകാലത്ത്. ഇതല്ല എൻ്റെ അവിടുത്തെ റംബുട്ടാനാണ്. അത് വലിയ റംബുട്ടാനായിരുന്നു, ഉണങ്ങിപ്പോയി. അപ്പോൾ അത് വെട്ടി. കട ഉണങ്ങിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒടിച്ച് കയറും. അതൊരു കഷ്ടമായി. അങ്ങനെ നമ്മൾ അനിലേട്ടൻ്റെ കൃഷി സ്ഥലത്തിലേക്കാണ് കടന്നു വിട്ടാ. ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് അങ്ങോട്ട് അനിലേട്ടൻ കളയ്ക്കുന്ന സ്ഥലമായിരുന്നു കണ്ടാ. കൂർക്ക നടാനായിട്ട് അതൊക്കെ വെള്ളത്തിലായി.
പിന്നെ തടം പിന്നെ മുങ്ങിപ്പോയില്ലെന്ന് മാത്രം. ഇനി മഴ എങ്ങനെയാണ് തുടരുകയാണെങ്കിൽ ഒക്കെ മുങ്ങൂട്ടാ. കൂർക്ക നട തന്നെ അത്. എനിക്കും കൂർക്ക തല നടണം. അല്ലേട്ടൻ കാലത്ത് പണിയുണ്ട്. ആ ഈ പണിക്ക് പോകുമ്പോഴേ അട ഉണ്ടാക്കി കൊണ്ടുപോടുന്നു. അല്ലേൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് അട. അപ്പോൾ വാഴല മുറിക്കാൻ വന്നോക്കണ്, ചീന്താൻ, വാഴല ചീന്താൻ വന്നോക്കണ്. സാധാരണ എല്ലാവരും ചോറ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകില്ലോ ഇതിനായിട്ടേ. അല്ലാണ്ട് മെയിൻ സാധനം അടയാണ്. ഇനി നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് കിടക്കാൻ പോണ്. നമ്മുടെ കൊള്ളിയൊക്കെ കണ്ടില്ലേ, കൊള്ളിയുടെ ചുറ്റും ദ്വീപുകളായി. കൊള്ളിയുടെ ചുറ്റും ദ്വീപുകളായി എന്നല്ല, കൊള്ളി തടം ദ്വീപായി. ഇത് നമ്മുടെ അസോള. ഇത് അമേരിക്കയിലൊക്കെ ഭൂപടം പോലെ തോന്നിക്കില്ലേ ചില ഭാഗങ്ങൾ കാണുമ്പോൾ? അതുപോലെ ഈ അസോളകളൊക്കെ ഓരോ സൈഡിലേക്ക് ആ മഴത്തുള്ളികൾ അതിനെ ഒരു ഭംഗിയുള്ള ഒരു ഇതായിട്ട് നമ്മുടെ കണ്ണിന് കാഴ്ചയ്ക്കൊരു ഭംഗി കൊടുക്കുന്ന ഒരു സാധനമായിട്ട് മാറ്റി അല്ലേ? ഇന്ന് കാലത്ത് 7:40 വരെ ഞാൻ കളിച്ചതാണ്. ഒരു തുണ്ട് വെള്ളം ഉണ്ടായിരുന്നില്ല. ഞാൻ ദാഹിച്ചിട്ട് വെള്ളം കുടിക്കുകയായിരുന്നു. അത്രയ്ക്ക് എന്താ പറയുക, കാലാവസ്ഥ അങ്ങനത്തെ ആയിരുന്നു. പക്ഷേ അതിന് ശേഷം തുടങ്ങിയ മഴ ഇങ്ങനെയൊക്കെ കണ്ട. ആ ഓടൊക്കെ മറിഞ്ഞു വീണു കണ്ട. ഞാൻ ഇത് അപ്പുറത്തപ്പുറത്ത് ഓടൊക്കെ വെച്ചതാണ്, ഈ ചെടികളുടെ അതൊക്കെ മറിഞ്ഞു വീണു. ഇവിടുത്തെ പുല്ലാണ് ഞാൻ ചെത്തി ഓടുന്നത്. ചെത്തി കൂടിയിട്ടുള്ള പുല്ലാണിത്. പക്ഷെ ഇപ്പോൾ നോക്കിയേ അവിടെ ആകെ വെള്ളക്കെട്ടായി. കൂർക്ക മുങ്ങിയില്ല, ചില കൂർക്ക തലകളൊക്കെ കേടായി. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തടം കോരിയ കാരണം ഒന്നും തന്നെ പോയിട്ടില്ല. ചുറ്റും വെള്ളമുണ്ടത് മാത്രം, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഓണത്തിന് പയറുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ നട്ടുപോണത്. മഴ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ പയർ കിട്ടുന്നില്ല. പുല്ലൊക്കെ ചെത്തിയെല്ലാം നല്ല ഭംഗിയായി വന്നായിരുന്നു കേട്ടോ, നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. പക്ഷേ മഴ ചതിച്ചു. ഇപ്പോൾ നാളെയും റെഡ് അലർട്ടാന്ന് പറയുന്നുണ്ട്. നമ്മുടെ പന്തലിൻ്റെ അടിയിലൊക്കെ നട്ടിട്ടുള്ള കയ്പക്കായ, പടവലം, ചതുരപ്പയർ, ഇതിനൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഊഞ്ഞാലിൻ്റെ അവിടേക്ക് നമുക്ക് നടക്കാം. ഊഞ്ഞാൽ ഈ മഴയത്ത് ഈ ഊഞ്ഞാലും ഇരുന്നിട്ട് ഇങ്ങനെയാണ്ട് ആടണം, ഭയങ്കര രസമാണ്. പക്ഷേ നമ്മളൊറ്റയ്ക്ക് തന്നെയല്ലേ ഷൂട്ട് ചെയ്യണത്, അപ്പോൾ അതുകൊണ്ട് പറ്റില്ല. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്കൊന്ന് പോകാം. ഇത് നമ്മുടെ മത്തൻ കണ്ടാളൊക്കെ ഉഷാറായി, ഒന്നും മുങ്ങിപ്പോണില്ല. ഇനിയിപ്പോൾ മഴ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മുങ്ങും. നമ്മുടെ പച്ചമുളക്, ഇതിൽ നിന്ന് പച്ചമുളക് ഇന്നലെ പൊട്ടിച്ചിട്ടാണ് നമ്മുടെ ആ സാധനം ഉണ്ടാക്കിയത്, ചിക്കൻ്റെ ഓറിയൻ്റൽ ചിക്കൻ ബീറ്റ്സ് അതുണ്ടാക്കിയത്. നമ്മുടെ ചോളത്തിൻ്റെയാണ് കേട്ടോ. ചോളം മുളച്ചുടങ്ങി, അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ പുല്ലും മുളച്ചുടങ്ങിയിട്ടുണ്ട്. ചോളം അപ്പടി തത്തമഴകളാണ്. ഇത് ഇങ്ങനെ വെള്ളമായിട്ടാണ്. ഇതേപോലെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടിക വെച്ചിട്ടുള്ള വഴികളൊക്കെ ഇല്ലേ, അതൊക്കെ മുങ്ങും. കുറച്ച് നേരം കൂടിയും ഇങ്ങനെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീടിൻ്റെ മുറ്റത്തുള്ള വെള്ളം പുറത്തേക്ക് വരുന്ന ഓവാണ്. കണ്ട, അതിലെ വെള്ളം ഇങ്ങനെ തള്ളി തള്ളി വരാണ്. അടിപൊളിയായിട്ട് കണ്ട. ഇത്രയ്ക്ക് വെള്ളമായി കണ്ട. നമ്മൾ പോകുമ്പോൾ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ലേ, തുണ്ട് വെള്ളം ഉണ്ടായിരുന്നില്ലേ, ഇപ്പോൾ കണ്ട തിരിച്ചു വരുമ്പോൾ വെള്ളം ഇത്രയ്ക്കായി. നമ്മുടെ ഇവിടേക്ക് വെള്ളം വരുന്നത് ഈ കള്ളിയിൽ നിന്നാണ് കണ്ട. അതിന് മോളിൽ നിറഞ്ഞിട്ട് മണ്ണ് കലങ്ങിയിട്ട് ഇങ്ങനെ വരികയാണ് വെള്ളം.
ഈ വെള്ളം ഇങ്ങനെയാണ് പോയി 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 പോയി. ഇന്നലെ നമ്മൾ പാചകം ചെയ്ത നമ്മുടെ ഗ്യാസും കുറ്റിയും നമ്മുടെ പാചക മേശയാണ്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് വെള്ളമായി. അപ്പോൾ വെള്ളത്തിന് പോകാനായിട്ട് ചെറിയൊരു ഓവായിട്ടുള്ളത്, ഇത്രയ്ക്കാണ്ട് വെള്ളം നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ചേർത്തിട്ട് പോകുന്നത്. വലിയ ഓവിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ചാർലിയും ഇമ്രാൻ്റെയും പാത്രം, തീറ്റപ്പാത്രം, നമ്മുടെ വീടിൻ്റെ പ്ലാവിൻ്റെ സൈഡ്, പ്ലാവുകളൊക്കെ നന്നായി ഇങ്ങനെ മഴ കൊള്ളട്ടെ. നമ്മുടെ കോഴിക്കൂട്, ഇവിടെയൊക്കെ പുല്ല് കണ്ടമാനായിട്ടാണ്. ഇനി ഈ മഴ നിന്നിട്ടായാലും അവർക്ക് പുല്ല് വെട്ടാൻ വരാൻ പറ്റുള്ളൂ. സരിത ഇറയും തുടയ്ക്കാൻ പോവുകയാണ് കോടയെടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ തുടയ്ക്കണ അത് കോല് അവിടെ ഇനി ഞാൻ ഇറയത്തേക്ക് കയറി. അപ്പോൾ ഉണ്ടാകും മഴ കണ്ട. ഇവിടെ നിന്നിട്ട് നമ്മുടെ ബാക്കിലേക്ക് ആ മഴയും കണ്ട് ഇരിക്കാൻ ഭയങ്കര രസമാണ്. അത് ഇപ്പോൾ കാലത്ത് ഈ മഴയുടെ സമയത്ത് എന്തിനാണ് തുടയ്ക്കുന്നതെന്നുള്ള ഒരു സംശയം ഉണ്ടാവും. നമ്മൾ രാത്രി നായ്ക്കൾ അയച്ചിട്ടില്ല, അവർ ഇറയത്തൊക്കെ കയറി ഇറങ്ങും. ഇത് ചാർലിയും ഇമ്രാനും ചുട്ടുറക്കാം കാറിൻ്റെ സൈഡിൽ ഒരുത്തൻ. അപ്പോൾ ഈ ചെളി ഉണ്ടാവുമല്ലോ, അപ്പോൾ സരിത തുടച്ചിരുന്നു. പിന്നെ ജഗുവിന് കാലത്ത് വിളക്ക് വയ്ക്കുകയും വേണം. അപ്പോൾ ഇറയും തുടച്ചിട്ടിട്ടാണ് വിളക്ക് വയ്ക്കുക. ഇനി വെള്ളത്തിൻ്റെ അളവ് നോക്കാൻ സരിത അവിടേക്കാണ് ഇറങ്ങി. നമുക്ക് ഇത്രയ്ക്കും വെള്ളം വന്നിട്ടുള്ളത് 2018 പ്രളയത്തിൻ്റെ ടൈമിലാണ് നമുക്ക് ഇവിടെ ഇത്രയ്ക്ക് വെള്ളം വന്നിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് അന്ന് കയറിയിട്ടൊന്നുമില്ല. അന്ന് ഇവിടേക്കും വെള്ളം കയറുന്നു വിചാരിച്ചിട്ട് ജഗ്ഗുന്ന് ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ അവൻ വലിയൊരു വട്ടയ എടുത്തു വെച്ചു വെള്ളത്തിൽ വട്ടയിൽ കയറി നിന്ന് കളിക്കാനായിട്ട്. വെള്ളം മാക്സിമം ഇത്രയ്ക്ക് ഇനി വന്നല്ലോ. അതുപോലത്തെയാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന്. അന്ന് നിരന്തരമായി മഴയില്ലായിരുന്നേ. പക്ഷേ ഇപ്പോൾ അപ്പോൾ എന്തൊരു ഗംഭീരമായ മഴ പെയ്തവിടെ ഒന്നാലോചിച്ചോണം. പാത്രങ്ങളൊക്കെ സരിതയുടെ എടുത്ത് വെച്ചു നായ്ക്കളുടെ. ഇനി നമുക്ക് അപ്പുറത്തു നിന്ന് പോവാം. നമ്മുടെ കൂടാരത്തിൻ്റെ അവിടുത്തെ ആ കുഴി കണ്ട, അതിൽ വെള്ളം നിറഞ്ഞു അടിപൊളിയായിട്ട് കണ്ട. ജഗ്ഗു വിളക്ക് വെച്ചു. മഴയാണ് കുറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ കൃഷിസ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയിട്ട് നോക്കുകയാണ്. കുറച്ചുകൂടി വെള്ളം ഉയർന്നു. ഇത്രയ്ക്കായി വെള്ളം. ഇപ്പം മഴ ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഞാൻ ഈ ചെറിയാൻ്റെയും അല്ലാൻ്റെയും വീടിൻ്റെ ബാക്കിലേക്ക് പോയിട്ടാണ് മഴ നിന്നിപ്പോൾ. അപ്പോൾ അവരെ വീടിൻ്റെ ബാക്ക് വശമൊക്കെ അതേ ഇങ്ങനെയാണ് വെള്ളം നിറഞ്ഞു കിടക്കുന്നത്. ചേച്ചി കോഴിക്കോട്ടേക്ക് കയറാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ വെള്ളമായിട്ട് ആകെ. ഞാനങ്ങ് വെള്ളം സർവത്ര വെള്ളം. അയ്യോ ഇത്രയ്ക്ക് വെള്ളമായി. ഇവിടെയൊക്കെ വെള്ളമായില്ലേ. നോക്കിയ കോഴിക്കോടിൻ്റെ അവിടെ നോക്കിയ വെള്ളം മയം. അതിൻ്റെ ബാക്കിലേക്ക് ഫുള്ള് വെള്ളമായി. മഴ മാറിപ്പോൾ ജഗ്ഗു ക്യാമറ എടുത്തിട്ടുണ്ട്. അവൻ സൈക്കിളും ഒന്ന് കറങ്ങാൻ പോവാണ്. അവൻ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയി തന്നെ കേട്ടോ. ആ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ.